മേയർ കെയർ എന്നുള്ള പദ്ധതി കഴിഞ്ഞ ഒരു കോർപ്പറേഷൻ്റെ ഭരണത്തിൽ ഈ ഭരണസമിതി വന്നൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിലും പുറത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഈ കോർപ്പറേഷൻ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുണ്ടായത്. അവർ പൊതുസമൂഹത്തിൽ പലരും ധരിച്ചത് ഒരു പുതിയ ഭരണസമിതി അധികാരത്തിലേറുമ്പോഴേക്കും ആശയപരമായി വ്യത്യസ്തമായിട്ടൊക്കെ നിൽക്കുന്ന ജീവനക്കാരൊക്കെ ഉള്ള ഒരു സ്ഥാപനം, ഇത്രയും വലിയൊരു സ്ഥാപനം ഏതു തരത്തിലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഒരു ആശങ്കയും അല്ലെങ്കിൽ ഒരു കൗതുകവും ഒക്കെ പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭരണസമിതിയുടെ നയവും ആ നയം ജീവനക്കാരോട് പറയുകയും ചെയ്തപ്പോഴേക്കും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വളരെ വലിയൊരു പിന്തുണയാണ് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചത്. അങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നാട് അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നാട് പ്രതീക്ഷയോടെ കാണുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അപ്പോഴേക്കും പലരും പറഞ്ഞു, ഞങ്ങൾക്കും ഈ കോർപ്പറേഷൻ എന്തെങ്കിലും തന്നെ ഞങ്ങളുടേതായ സംഭാവനകൾ ചെയ്യണമെന്നുണ്ട്, ഞങ്ങൾക്കൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുതിർന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ളവരൊക്കെ തന്നെ ചർച്ച ചെയ്തപ്പോഴാണ് മേയർ കെയർ എന്നുള്ള ഒരു ആശയം രൂപപ്പെട്ടത്. അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ ആദ്യത്തെ അവസരമാണ് സ്കൂൾ ഓപ്പണിംഗ് ഡേ. ഈ സമയത്ത് ഞങ്ങളൊക്കെ പലരും തന്നെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവർ, ഞാൻ ഉൾപ്പെടെ പലരും ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവർ. നമുക്കറിയാം, ഞങ്ങളൊക്കെ തന്നെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ തന്നെ പുസ്തകമോ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ചുറ്റുപാടും ഇരിക്കുന്ന നിരവധി ഒപ്പം പഠിക്കുന്നവർക്ക് പേനയില്ല, പെൻസിലില്ല, പുതിയ നോട്ട്ബുക്കില്ല, ബാഗില്ല, മഴയത്ത് കൂടയില്ല, ഇങ്ങനൊരു സാഹചര്യം ഫേസ് ചെയ്ത് വന്നവരാണ്. അവരെയൊക്കെ കണ്ടു വളർന്നവരാണ് ഞങ്ങൾ പലരും തന്നെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, സ്കൂൾ തുറക്കാൻ പോവില്ലേ, നമുക്ക് കുട്ടികളെ സഹായിച്ചാലോ. അങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് കുട്ടികൾക്ക് ബാഗും ബുക്കും ഒക്കെ കൊടുക്കണമെന്നുള്ള ആശയം വന്നത്. ഇത് സമൂഹത്തിൽ പലരോടും പറഞ്ഞപ്പോഴേക്കും പ്രിയപ്പെട്ടവർ വളരെ വലിയ പിന്തുണയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണ നേതൃത്വത്തിന് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് എങ്ങനെയാണ് ഈ കുട്ടികളെ സെലക്ട് ചെയ്യേണ്ടത്. കൗൺസിലർമാർ സെലക്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റു പല സിസ്റ്റം വഴി സെലക്ട് ചെയ്യാം. കൂട്ടായ ഒരു തീരുമാനമെടുത്തു. ഇപ്പം നമുക്ക് അതിലേക്കൊന്നും പോകണ്ട, വിദ്യാഭ്യാസ വകുപ്പിനോട് പറയുക, ഒരു 5000 കുട്ടികളുടെ ലിസ്റ്റ് തരണം, തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള 5000 കുട്ടികളുടെ ലിസ്റ്റ് തരിക, അവർ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് കൊടുക്കുക. സത്യത്തിൽ ലിസ്റ്റ് തന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ചിലരോടൊക്കെ പറഞ്ഞപ്പോഴേക്കും 5000 ബാഗ് പ്രതീക്ഷിച്ചെടുത്ത് 6000-6500 ബാഗാണ് എന്നുള്ള ഓഫറാണ് ഇവിടെ ലഭിച്ചത്. ഒടുവിൽ ആ ബാഗുകളൊക്കെ എത്തി ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്തു. ഇത് കണ്ടതിന് ശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പലരും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാനത് സൂചിപ്പിക്കുന്നത്, ഈ പ്രവർത്തനം കഴിഞ്ഞ 8 മാസം കൊണ്ട് ഒരു മേയറോ ഒരു ഭരണസമിതിയോ ഒരു സെക്രട്ടറിയോ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തല്ല, മറിച്ച് കഴിഞ്ഞ 10-30-40 വർഷമായി നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത്, ഇവിടെ നിങ്ങളുടെ ജീവിതം ഇവിടെ നൽകിക്കൊണ്ട് ഈ ഇരിക്കുന്ന ജീവനക്കാർ ഒറ്റക്കെട്ടായി പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഗുഡ്വിൽ കോർപ്പറേഷൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ ചെയ്തത് അഴിമതി എന്നുള്ളൊരു വാക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ശക്തമായ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതിലൂടെ കോർപ്പറേഷനെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ലോകത്തെ എല്ലാ വിഭാഗം ജനങ്ങളും നൽകുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നു. ഇത് ഭരണസമിതിയിൽപ്പെടുന്ന ഒരാളിൻ്റെയും പോക്കറ്റിലേക്ക് പോകരുത് എന്നുള്ള വാശിയുള്ള ഭരണസമിതിയാണ് ഈ ഭരണസമിതി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്ന് ഞാൻ ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് പോസ്റ്റ് ചെയ്തപ്പോൾ പലരും ചോദിച്ചു, ഇത് മറ്റ് പലർക്കും കൊടുത്താൽ പോരെ, ഇവിടെ ഇതെല്ലാം ശമ്പളം വാങ്ങുന്നവരല്ലേ എന്ന് ചോദിച്ചു. ഈ ജീവനക്കാരെല്ലാം ശമ്പളം വാങ്ങുന്നവരല്ലേ എന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവരോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശരിയായിരിക്കാം, നിങ്ങൾ പറഞ്ഞതിനൊരു വശത്ത് ന്യായം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഭരണസമിതി മുന്നിൽ കാണുന്നത് ഒരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ കാണുന്ന ഒരു കെട്ടിടമോ കാറിൽ പോകുന്ന കുറച്ച് ഭരണാധികാരികളോ അല്ല. ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ആയിരക്കണക്കിന് ജീവനക്കാരും ഇവിടത്തെ 101 ജനപ്രതിനിധികളും ഒരുമിച്ച് അധ്വാനിക്കുമ്പോഴാണ് ഒരു കോർപ്പറേഷന്റെ ഭരണത്തിനുള്ള റിസൾട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവിടെയുള്ള ജീവനക്കാർക്കും കൗൺസിലർമാർക്കും സന്തോഷം വന്നു കഴിഞ്ഞാലും വിഷമം വന്നു കഴിഞ്ഞാലും ഒരുമിച്ച് നിൽക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കോർപ്പറേഷൻ ഈ രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി മാറുന്നത്. ഇന്ന് ഞാനവിടെ സജസ്റ്റ് പറഞ്ഞത്, ഡോഗ് സ്ക്വാഡിൽ പെട്ടവർക്കായിരിക്കണം ആദ്യം ഇത് കൊടുത്തു തുടങ്ങുന്നത് എന്നുള്ളൊരാഗ്രഹം മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. കാരണം ഞാൻ മേയറാകുന്നതിൻ്റെ കാരണവും അല്ലെങ്കിൽ കോർപ്പറേഷന് ഭരണം ലഭിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഒന്ന്
തെരുവുനായി നിയന്ത്രിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾ സത്യപ്രതിജ്ഞ 24 മണിക്കൂറിനകം അന്നത്തെ സെക്രട്ടറി ജഹാംഗീറിനോട് ഈ വേദന പറഞ്ഞു. ഇത് പ്രസംഗത്തിൽ പറഞ്ഞതാണ്, എന്തെങ്കിലും പരിഹരിച്ചേക്കേ ഉള്ളൂ. അപ്പൊ തന്നെ സെക്രട്ടറി ചില സൊല്യൂഷൻ പറയുകയും ഞങ്ങൾ ചർച്ച നടത്തി അംഗീകരിക്കുകയും ചെയ്തപ്പോഴേക്കും ഡോക്ടർ ശ്രീരാജിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഡോഗ് സ്ക്വാഡ് പിറ്റേ ദിവസം തന്നെ രംഗത്തിറക്കി. അന്ന് അവരിറങ്ങി തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുവാനും അതിനെ ഷെൽട്ടർ ചെയ്യാനും സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ യാതൊരു മറവുമില്ലാതെ പറയട്ടെ, ഈ ഭരണസമിതിക്ക് ആദ്യത്തെ ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും പ്രാധാന്യം ആദ്യം തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് തുറന്നു പറയുകയാണ്. അതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളികൾ ആറ്റുകാൽ പൊങ്കാല വന്നപ്പോഴേക്കും പലരും പറഞ്ഞു ഭരണപരിചയമില്ലാത്തവരാണ്, ആറ്റുകാൽ പൊങ്കാല കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയട്ടെ, ഇവിടുത്തെ ജീവനക്കാരെ മുഴുവനും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, 8 മണി കഴിഞ്ഞപ്പോഴേക്കും പ്രധാനപ്പെട്ട എല്ലാ റോഡുകളിലെയും മാലിന്യം മാറ്റാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സാധിച്ചു. പിന്നെ ക്യാമറയും കൊണ്ട് പറയാൻ നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും മുക്കും മൂലയും ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണും, എന്തെങ്കിലും കാണും. ആറ്റുകാൽ പൊങ്കാല എന്ന് വേണമെന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ക്യാമറയും കൊണ്ട് അങ്ങനെ പറയുക പോയിട്ടില്ല, അതുകൊണ്ട് അതെടുത്ത് കൊടുക്കാനും പറ്റിയിട്ടില്ല. കാരണം ഒരു 10-25 ലക്ഷം പേര് വന്നിട്ട് പൊങ്കാലായിട്ട് പോയിട്ട് അവർ തിരിച്ചുപോയി ആ പരിപാടി ഭംഗിയായിട്ട് സമാപിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ മുതൽ ക്യാമറയും കൊണ്ട് നാട് മൊത്തം നടന്ന് അവിടെ ചവർ ഇവിടെ ചവറെന്ന് പറഞ്ഞുകൊണ്ട് അതിന് നെഗറ്റീവ് വൽക്കരിക്കുന്ന സംസ്കാരത്തിലേക്ക് പോകാത്തതുകൊണ്ട് ഞങ്ങളതിന് പോയിട്ടില്ല. ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിച്ചു. അപ്പോൾ ഇവിടുത്തെ ഓരോരോരോ ജീവനക്കാരനും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഹരിതകർമ്മ സേനയുടെ പലരും ചോദിച്ചു, ഹരിതകർമ്മ സേന ഒരുപാട് അംഗങ്ങളില്ലേ? ഞാൻ പറഞ്ഞു അവരെയും ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു അവരെയും കൂട്ടണം. HRDC ഇന്നലെ ചിലരോട് ചോദിച്ചപ്പോഴേക്കും അവർ അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഡയറക്ടറെ വിളിച്ചു, അവർ പങ്കെടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോഴേക്കും മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഓണക്കോടി ഉണ്ടാകുന്നു. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഇന്ന് വന്ന മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും ഓണക്കോടിയും ഓണക്കിറ്റും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഞങ്ങളുടെ ജീവനക്കാർക്ക് കൊടുക്കുമ്പോഴേക്കും കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം മാധ്യമപ്രവർത്തകർ കോർപ്പറേഷനെ ഒരുപാട് പിന്തുണയ്ക്കുന്നുണ്ട്, ശക്തമായിട്ട് വിമർശിക്കുന്നുമുണ്ട്. ഒരു ജനാധിപത്യ സിസ്റ്റത്തിൽ നിങ്ങളുടെ വിമർശന